അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. വളരെ ഈസിയും എന്നാൽ അതിലുപരി ടേസ്റ്റിയുമായിട്ടുള്ള ബോയിൽഡ് എഗ് മസാല സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ക്യൂമിൻ ആണ്. ക്യൂമിൻ സീഡ്സ്, ചെറിയ ജീരകം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു വലിയ ഉള്ളി ജസ്റ്റ് ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തതാണ്. ഇതിലേക്ക് ഇനി ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കളറ് ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണിത്. ഈ ടൊമാറ്റോ ഒന്ന് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. 1/4 ടീസ്പൂണാണ് ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഞാനിവിടെ 4 എഗ്സ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗ് യൂസ് ചെയ്യാം ബോയിൽഡ് എഗ്ഗിന് പകരം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ബോയിൽഡ് എഗ്ഗ് വെച്ച് കഴിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ട്രൈ ചെയ്യണം. ഇനി 2 ചീസ് ട്രയാങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചീസ് സ്പ്രെഡ് ആണെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ടൈപ്പ് ചീസ് ആഡ് ചെയ്യാം. ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ബണ്ണ് ഒന്ന് ചെറുതായി ടോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് മാത്രം ഓരോ സൈഡ് ടോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഞാനിവിടെ സാൻഡ്വിച്ച് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മയോണൈസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബണ്ണിലേക്ക് ഇതൊന്ന് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസിന് നമുക്ക് മയോ ചെപ്പ് എന്ന് പേരിടാം. മയോണൈസും കെച്ചപ്പും കൂടി മിക്സ്ഡ് സോസാണല്ലോ. ഈ സോസ് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നല്ല ജനറസ് ആയിട്ട് തന്നെ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഒരു ലെറ്റ്യൂസ് ലീഫാണ്. നിങ്ങൾക്ക് ക്യൂക്കംബേഴ്സ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം. സ്ക്രാമ്പിൾഡ് എഗ്ഗിനേക്കാളും വളരെ ടേസ്റ്റ് കൂടുതലാണ് ബോയിൽഡ് എഗ്ഗ് വെച്ച് ചെയ്യുമ്പം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.